അയ്യോ ബിസിനസ് ലേഡി പറ ഡാഡി ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. ഗുഡ് നൈറ്റ്. ഓ നീ ഒരു ദിവസം പോയിട്ട് മിണ്ടാണ്ട് ഒറ്റയ്ക്ക് ഞങ്ങള് വണ്ടിയിലുണ്ടായിരുന്നില്ലേ? വഴിയറിയാം, പറഞ്ഞറിയില്ല, അതാണ് കേസ്. ഇന്ന് പോകുമ്പോഴും സ്റ്റാർട്ടായോ? ആയെന്നാണോ? ആ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പരിചയമില്ലാത്ത രണ്ടുപേരുണ്ട് കേട്ടോ. ഹായ് പറയാ വച്ചു. ഹായ് പറയേ. ഹായ് പറ. അതായത് പൊട്ടിക്കാൻ പോവാണ്. രോഗി അല്ലാത്തൊരു കുട്ടിയും ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളൊരു ഇതിന്റെ പേരെന്തിട്ടാണോ? പ്രൈമാണ് എനിക്ക് പറയാം. ദാറ്റ് ഈസ് നോട്ട് പ്രൈമ. ഇതിന്റെ പേര് ഒരു ഹൈ ചെയർ പോലത്തെ ഒരു ഡമ്മി ചെയറാണ് കേട്ടോ അത്. ഇത് ഞാൻ മേളത്തെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചാണ്. കാരണം നമ്മുടെ സ്ട്രോളർ സഹിക്കാവുന്നതിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ ഒക്കെ സഹിച്ചു. അപ്പോൾ ചാക്കോച്ചൻ അതിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. ഇന്ന് ആദ്യമായിട്ട് ചവിട്ടി നിന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരിക്കുന്നത് കാണുന്നില്ല കേട്ടോ. നമ്മുടെ റോബോനെ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ പാച്ചു പേടിച്ച് തിരിച്ചു വരികയാണ്. വായോ എന്തിനാ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇത് അൺബോക്സിങ് മാത്രല്ല, പാച്ചുവിന്റെ വർത്താനം കേൾക്കണ ഒരു ബ്ലോഗാവും. പാച്ചു വായോ. അതെ കമന്ന് നടക്കാ വാടാ. ആ കാര്യത്തിൽ അപ്പന്റെ മോൻ തന്നെയാ കമന്ന് നടന്ന ഫോൺ വന്നു. ഇതെനിക്ക് തോന്നിയിട്ടില്ലടോ. ഇതെന്താ പാച്ചു? ചെയർ, ബേബി ഡസ്റ്റ്. ഇതിന് എത്രയാ വരുന്നത്? 843 രൂപയാണ് കേട്ടോ. പലരുടെയും വിചാരം ഹൈ ചെയർ അങ്ങനത്തെ ചെയറുകൾ ഭയങ്കര കോസ്റ്റ്ലി ആണ്, അങ്ങനെ കുറിപ്പെട്ടവർക്കേ വാങ്ങിക്കാവുള്ളൂ എന്നൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നമ്മളതൊക്കെ മാറ്റി കുറിക്കുകയാണ് ഗൈസ്. ഇത് എത്രയാ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നൈസ്, യു ലൈക്ക് ഇറ്റ്? ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ റെഡ് എടുത്തതേ ഉള്ളൂ ഒരു വെറൈറ്റിക്ക്. തുറക്കണോ? രോഗി ആയതുകൊണ്ട് ഇരിക്കുകയാണ്. പാച്ചുവിനെ വെച്ചിട്ടാണ് കേട്ടോ ഡെമോ നോക്കണത്. അല്ല പാച്ചു, കാരണം എൻ്റെ 2 മക്കളും ഉറങ്ങിപ്പോയി. വെയിറ്റ് ചെയ്യ്. കൈ എൻ്റെ പോലെ കൈ പോവും. ഡോൺ ഓപ്പൺ ചെയ്യാൻ പറ. എന്നാലും ഇടയ്ക്ക് പോയി റോബോന് നോക്കുകയാണ്. ഇക്കറൊക്കെ പോവും, പക്ഷെ ക്വാളിറ്റി ഉണ്ടല്ലേ? കാണുമ്പോ തന്നെ അറിയാം, നല്ല പ്ലാസ്റ്റിക്. ഒരു 1.2 kg ഉണ്ട് ഈ കസേര. ഇത് എന്നിട്ട് സെറ്റിങ്സ് ആണോ? ഇത് നമുക്കിങ്ങനെ നോർമൽ ചെയറായിട്ട് ഉപയോഗിക്കാം. ട്രേ ഉണ്ട്, നല്ല ബലമുണ്ട്. 800 രൂപയ്ക്ക് പോകത്താണ്. ഞാൻ ആദ്യം വിചാരിച്ചു ചപ്പാത്തി ആവുമോന്ന്. എന്തിയവൻ കണ്ട കുഞ്ഞ് പ്ലേറ്റ് ആണ്, പക്ഷെ ഓക്കെ. ചാക്കോച്ചനത് മതി. റൂമിലും ഇരിക്കാം, ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. നല്ല പാക്കിംഗ് ആണ്. ഇപ്പൊ വന്നോളൂ. സമയം എത്രയായി? 9 മണി. രാത്രി 9 മണിയായി. നോക്കട്ടെ. ഒരു ലോക്ക് ശ്രദ്ധയില്ലാതെ വെച്ചാൽ ഇങ്ങനെ ചാക്കോച്ചൻ കൊഴിഞ്ഞു പോവേ? ഇല്ലല്ലേ? കുറച്ച് ഇല്ല, ഇത് ഇച്ചിരി വീതി കൂടുതലാ. കൊഴിഞ്ഞു പോകുന്നാണോ ഉദ്ദേശിച്ചത്? ഇതിലെ കൂടെ പോവായിരിക്കും അല്ലേ? അവന്റെ വയറ് ചിലപ്പോ തടഞ്ഞു നിക്കുവായിരിക്കും. പാച്ചു കൂടെ കേറുന്ന കൂട്ടാ. ഇഷ്ടായോ? ഇഷ്ടായി? നൈസാണോ? മമ്മി നോക്ക്. മമ്മി ഞങ്ങളുടെ എന്റർപ്രണർ വരുന്നുണ്ട്. അടിപൊളിയല്ലേ? ക്വാളിറ്റി ഉണ്ട് സാധനം. നല്ല പ്ലാസ്റ്റിക്. ഡാഡിക്കൊന്നും പറയാനില്ല. സൂപ്പറാണോ? ഇങ്ങനെ കാണിക്കും. 5 വയസ്സ് വരെ ഇരിക്കാന്നാണ്. മിക്കവാറും ചോർന്ന് പോവും. ചെറിയ കുശി വെച്ചിട്ട് ഇരുത്തിയാലോ? എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇടയില് ലോക്കുണ്ട്. നോക്കാം, ഇരുത്തി നോക്കാം. ഇല്ല തോമുനി ഇരുത്തത്രേ ഉള്ളൂ. കാരണം
യാ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. അതല്ലേ ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചത്. ലോക്ക് ഇടുന്ന കണ്ടു, എടുക്കുന്ന എങ്ങനെയാന്ന് അറിയില്ല. പാച്ചുപെട്ടു. ഹായ്, ഇഷ്ടായോ? നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാ. You like it? റോബോട്ട് ഇല്ലേടാ? റോബോട്ട് വിളിക്ക്. വാടാ, വേഗം വായാ. ഓടിപ്പോരെ ഓടിപ്പോരെ. അതിനെ തല്ലിക്കൊല്ലാ ഞാൻ മതി. കൊച്ചിനെ ഇപ്പൊ നമ്മള് പൊടിഞ്ഞു പോകാനുള്ള, പക്ഷെ ഞാൻ വിചാരിച്ചത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. റോബോ എവിടെ മാച്ചു? അവന്റെ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. കൊള്ളാല്ലേ? ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, കൊറേ കളേഴ്സ് ഉണ്ട്. ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഏതിനാ വാങ്ങിച്ചത് പറഞ്ഞില്ല. ആമസോണിൽ നിന്നാ ഞാൻ വാങ്ങിച്ചത്. സാധനം കൊള്ളാം, നല്ല റിവ്യൂ ഉള്ള സാധനം. 843 എന്താണ് ബില്ല്? അപ്പൊ അതില് കാണിച്ച പോലൊക്കെ വെക്കാൻ പറ്റുമോ? ആണോ? 843. ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സംഭവം കേട്ടോ. ബിലോ 1000 ആണ് അത് വരുന്നത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അവകാശായി ഇപ്പൊ അതൊന്നും കൊടുക്കാൻ പറ്റില്ല. കുടിച്ചു പോയിട്ട് നോക്ക്, അവകാശി കൊണ്ടുപോ നോക്ക്. ഇതാരെ വാച്ചു? ദേ കൊണ്ടുപോകണം. സ്വർണ്ണമൊന്നും മേടിക്കാൻ പറ്റില്ല. നോക്ക്. അപ്പൊ അതിന്റെ തീരുമാനായി. പാച്ചുന് വേണം അതുപോലത്തെ ഒരു ചെയർ. യു ലൈക്ക് ദിസ് ചെയർ? പാച്ചു ഞാനത് എടുത്തു, നീനി ചോദിക്കണ്ട. അത് ഇവിടെ എനിക്ക് പോവല്ലേ. തന്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് പറ. പക്ഷെ വേദനയുണ്ട്, പക്ഷെ പുറത്ത് പറയില്ല. അഭിമാനം സമ്മതിക്കുന്നില്ല. ഓക്കെ അല്ലേ? ഇപ്പൊ കാണിച്ചോ ഇങ്ങനെ. ഞങ്ങളുടെ മെഡിസിൻസ് ഒക്കെ ഇന്നും കൊണ്ട് കഴിഞ്ഞു. നാളെ തൊട്ട് അറിയാം വിവരം അല്ലേ? കരഞ്ഞ് കൂക്കി വിളിച്ച് പാവം ഉണ്ടോ? പാവം താൻ കണ്ടില്ലല്ലോ. ഡിവൈനെ എനിക്ക് പക്ഷെ മമ്മി പറയാറില്ലേ ഡാഡി അമ്മ അമ്മാന്ന് വിളിക്കാറുണ്ടെന്ന്. മോൻ സെയിം പാറ്റേൺ ആട്ടോ. വേദന എടുത്തിട്ടേ ഡാഡിയായിട്ട് ഞാൻ ജൂബിലി പോയതായിരിക്കും ഓർമ്മ വന്നത്. ഡാഡിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു ഓൾറെഡി. ഡാഡി എന്നിട്ട് എന്നോട് പിന്നെ പറഞ്ഞു, അവരോട് പിന്നെ ഇഞ്ചക്ഷൻ തരാൻ പറയാൻ. അവര് പറഞ്ഞു മോളെ ഒരു പരിധി കഴിഞ്ഞ ഒരു സമയം കഴിഞ്ഞാലേ പെയിൻ കില്ലേഴ്സ് തരാൻ പറ്റുള്ളൂന്ന്. മോനും സെയിം. അവരോട് മരുന്ന് തരാൻ പറ പോയി ചോദിക്കാം. എന്നിട്ട് ഞാൻ കറക്റ്റിന്റെ മറവിൽ നിൽക്കും. കാരണം അവിടെ പോകുമ്പോ അവരെന്നെ ചെയ്ത് വിളിക്കുക. അയ്യോ നീ എന്തിനാ ചിരിച്ചേ? ആ മോളി കയറി. ഡിംപിളിനെ വിളിച്ച നാളെ വിവാദം. ആ ഡിംപിളിനെ വിളിച്ചത്. ഇതിനു മുമ്പ് ആശുപത്രി കിടന്നപ്പോഴും ചേട്ടൻ എന്നെ വിളിച്ചത് അല്ലേ ഡോൺ ചേട്ടാ? പിന്നെ ഓ മമ്മിയാണല്ലോ. അത് ഏതാള് വേദന വരുമ്പോ അമ്മയെന്നല്ലേ വിളിക്കാം. ആ സമയത്ത് മദറേന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. നല്ല പാട്. സർക്കസ് നിങ്ങള് ഭാര്യയാണോ മമ്മി? എന്തൊക്കെ ടിസ്റ്റുകളാണ്. അമ്മയുടെ വേറൊരു അമ്മ വരും. ബായ് പറ വാച്ചോ. ബൈ. ഡോറയുടെ ഒരു ലുക്കില്ലേ ഇപ്പൊ? എന്റെ ഒരു ഹെയർ സ്റ്റൈൽ. ഓണർ ഗിമ്മി 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 ഗിമ്മി. ഡോൺ മടി എടുക്കണു. ബാ ഇവിടെ വന്നിരിക്കും. ബാ ഫോട്ടോ എടുത്തില്ലേ? വായോ. ഷോ ഡോണിന്റെ തലേ കയറിയിരിക്കും. ബാ പിടിച്ചോ 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 ഡോണെ പിടിച്ചോ 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 പിടിച്ചോ. എന്നിട്ട് ഫോട്ടോ എടുക്കണോ? എന്നിട്ട് ഫോട്ടോ എടുക്കണോ? യോ വെക്ക്. ഇത് എന്തിട്ടത്? പുൽച്ചാടിയോ?
യോ അമ്മയുടെ പനാണോ അവരെന്നാലും ഒരു ആശയമായി നെഞ്ചുവേനക്കാരൻ പോണു ആ മിക്കവാറും കണ്ടിട്ട് രാത്രി നമുക്ക് പോണ്ടി വരുടോ പോണ്ടി വരും ലുക്ക് കണ്ടിട്ട് നിങ്ങൾ ഈ ബ്ലോഗ് കാണുമ്പോൾ ഞങ്ങൾ ആശുപത്രി തമാശക്ക് പറഞ്ഞതല്ല ഡോൺചേട്ടൻ അത്ര സുഖമൊന്നും ഇല്ല ഇങ്ങനെ വട്ടകറങ്ങി കിടക്കുകയാണ് അപ്പൊ മമ്മിക്ക് പിന്നെ ബോക്സ് കിട്ടും കാർഡ്ബോർഡ് ബോക്സ് ബൈ പറ വാച്ചു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറയൂ ഫോൺ നോക്കി പറയൂ ഇവിടെ വന്നേ റോബോട്ട് വരും ഓടിക്കോ See you. നോക്ക് എല്ലാരും ഓടുന്നു കേറണ്ട അവന്റെ ഹൈച്ചേറെ കേറി പിന്നെയാണോ പാച്ചുന്റെ പാച്ചു വിളിച്ചേ റോബോ ഒന്ന് വായോന്ന് പറ ലെറ്റ്സ് ഗോ എന്ന് പറ അയ്യോ അയ്യോ കേറി ഇരുന്നോളാം എന്നോട് നോക്ക് തലയും കുത്തി നോക്കണത് പാച്ചു പേടിയാണോ പേടിയോ എങ്ങനെ പാച്ചു എങ്ങനെ പറയാ ജബ ജബ ഇത് മാമന്റെ മക്കളോ ഇത് എന്തിട്ട് നിങ്ങളൊക്കെ ഡാഡി മാത്രം മിണ്ടണില്ല ഇത് നോക്ക് ഇതെന്തിട്ടത് ഇതെന്ത് ജീവിയാ എടോ അത് അവിടെ എന്തേലും ചെയ്തോട്ടെ താൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ അപ്പൊ രാത്രിയൊക്കെ ഡൗൺ ചേട്ടൻ ഇങ്ങനെ നിൽക്കും അത് കൊറേ പേര് അഭിപ്രായം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ രാത്രി സാധനങ്ങളൊക്കെ മുകളിലോട്ട് മമ്മീനെ എടുത്തിട്ടില്ലായിരുന്നു ഡിംപിൾ റോസ് സുന്ദരിക്കോത നോക്ക് ഡോൺ ചേട്ടൻ അത് പൊക്കി പൊക്കി ഇന്ന് നെഞ്ചുവാനും വരും പച്ചു ഡോബോയെ വിളിക്ക് ഓടിക്കോ 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 എസ്കേപ്പ് ഞാൻ വിചാരിച്ച താൻ വരുന്നതിന് മുമ്പ് അൽത്താസിന്ന് ഷവർമ മേടിച്ച് കഴിക്കണമെന്ന് മുൻപ് എനിക്കപ്പം അറിയാലോ എനിക്കറിയാലോ താൻ കഴിച്ചിട്ട് വരുള്ളൂന്ന് സമയമില്ല വാട്ടർമെലന് ഇതൊന്നും ഞാൻ അടിച്ചില്ല അങ്ങനെ കേട്ടു ഞാൻ ലൈവായിട്ട് സുന്ദരിയായിട്ട് അയ്യോ അയ്യോ ഉടനെ അവൾ ഇരുട്ടിലാക്കി റൂം നിങ്ങളെ റോബോ പിടിക്കാതെ നോക്കിക്കോട്ടോ ഇല്ല മമ്മി വേറെന്തോ അല്ല എന്തോ പറഞ്ഞു അവൻ പറഞ്ഞേ ഇത് റോബോട്ടാണ് എന്തിട്ടാന്ന് മമ്മി എന്തോ പേടിപ്പിക്കുന്ന സാധനത്തിന് അണ്ടർലൈൻ റോബോ കുട്ട പാച്ചു ഈ റോബോന്റെ പേരെന്തിട്ടാ പാച്ചു ചാക്കോച്ചൻ ഇട്ടിരിക്കുന്ന കാത്തൂന്നാ റോബോട്ടെ ഓ ഈ കസേര ഇരിക്കാന്ന് ഇതിലിരുന്നാണോ കഞ്ഞി കുടിക്കണേ നോക്ക് മമ്മി കുട്ടിക്ക് ഹൈച്ചെയർ വേണ്ടെന്ന് അതില് ഈ കഞ്ഞി കുടിച്ചാ മാത്രം കൊടുത്താൽ മതിട്ടാ ഇരുത്തിയാ മതിട്ടാ ഓക്കേ ഇഷ്ടായോ ബച്ചുന് എന്തോ മാമ വേണോ
ഇങ്ങനത്തെ അഭ്യാസങ്ങൾ ഇതിൽ കാണിക്കാതിരിക്കുക. അണ്ടർലൈൻ. സാധനത്തിന് വെയിറ്റ് ഉണ്ട്, പക്ഷെ യു ആർ അണ്ടർ അറസ്റ്റ്. എങ്ങനെയാ ബാച്ചു കാണിച്ചേ? അമ്മ കണ്ടില്ല. യോഗ കാണിച്ചേ. ആ അങ്ങനെയല്ലല്ലോ, തല കൈ വെച്ചില്ല. യോഗ ഡോക്ടറെ കണ്ട് നേരത്തെ കഴിയാണെങ്കിൽ കേരള കൊടിയൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചതാ. ഒന്നുകൂടെ വൺസ് മോർ. തല കൈവക്ക്, തല കൈവക്ക്. യോഗ എന്ന് പറ. അയ്യോ എൻ്റെ ഡോൺ ചേട്ടൻ്റെ മുടി. ഡോ തന്നോട് എന്തോ വൈരാഗ്യം ഉണ്ടോട്ടാവുക. ആ താടിയെ തൊട്ടതാ വിവരം അറിയാം. എൻ്റെ ഡോൺ ചേട്ടൻ്റെ താടിയെ തൊട്ടാ. എടോ തന്നെ അവള് മുട്ടയാക്കിയടോ. ശരിക്കും പറ്റി അവള്. ചെവിയിലെ രോമം. ഓ തിരിക്കല്ലേ. ഇടയ്ക്ക് തഗ്ഗുകൾ അടിക്കുന്ന ഡെൻസി ടോണി. ഞാൻ റെഡി ആയിട്ട് അല്ലല്ലോ ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി ചോദിച്ചു, ഡോൺ ചേട്ടാ ഓക്കെ ആണോ, ഓക്കെ ആണോ. ഡോൺ ചേട്ടൻ എക്സ്പ്രഷൻ ഇടും. എവിടുത്തെ നമുക്ക് ക്ലീൻ ഷേവ് ചെയ്യാലോ. ഡോൺ ചേട്ടാ ക്ലീൻ ഷേവ് ചെയ്യോ? ഡോൺ ചേട്ടാ ഇല്ല ഇല്ല. ശരിക്കും അതുകൂടെ ചോദിച്ചു നോക്കിയേ. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. റോബോയ്ക്ക് നിങ്ങൾ വഴിയൊരുക്കി കൊടുക്കുവോ? ഒന്നും കൂടെ പറയാൻ പറ്റുമോ? പതിഞ്ഞോന്നൊരു സംശയം. ഇന്ന് ഓൾമോസ്റ്റ് കഴിയും, മാപ്പിങ് കഴിയും. എടോ ചെല്ലം ഡോൺ ചേട്ടൻ കാണുമ്പോ കണ്ടോണേ. അപ്പുറത്തെ ആള് കഴിഞ്ഞിട്ട് എന്താ പച്ചു? അമ്മമ്മക്ക് പേടിയുണ്ടോന്ന് ചോദിച്ചേ. ഇല്ല, ഓഫ് ആക്കിക്കോ. ഡാഡി ഒന്ന് ശരിക്കും ഡാഡി ആരെങ്കിലും വിചാരിക്കും ഡാഡിനെ ഞാൻ ഭീഷണിപ്പെടുത്തി വെച്ചേക്കാന്ന്. ഡാഡി ശരിക്കും എന്നോട് പിണങ്ങിയതാണോ? ലൗഡ് സ്പീക്കറിന്റെ കാര്യം പറഞ്ഞതിന് പിണങ്ങിയതാണോ? ഇല്ല, ഒരു പിണക്കവും ഇല്ല. സന്തോഷായോ? സന്തോഷായോ? പറ പറ പറ. നീ ഒരു ദിവസം ഉറക്കൊളിച്ച് കൊടുന്ന് എവിടെ പോയിട്ട് മിണ്ടാണ്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നില്ലേ? ഇപ്പോഴും ഞാൻ വണ്ടി ഇരിക്കുമ്പോ നിങ്ങൾ കൂർക്ക വലിച്ചോർന്നില്ലേ? വേണമെങ്കിൽ ഉണ്ടാക്കിയതിന്റെ 10 ഇരട്ടി ഇനി ഉണ്ടാക്കാം. ഒരാള് വണ്ടിയിൽ കയറിനേക്കാളും കൂർക്ക വലിക്കും. അയ്യോ പോയോ? വേണമെങ്കിൽ ഇനി ഉണ്ടാക്കാം. അത്ര തന്നെ. പോയി എന്തേ
ഭാഗ്യം ഞാൻ മറ്റേ പറിച്ചെടുക്കാൻ നോക്കിയായിരുന്നു. ആ ആ വഴി അറിയാം, പറഞ്ഞറിയില്ല, അതാണ് കേസ്. ഇന്ന് പോകുമ്പോഴും ഇവരെ സ്കൂളിൽ പോയില്ലേ, അവിടെ റൈറ്റ് ബ്ലോക്കാണ്, അതിലെ പോകാൻ പറ്റില്ല. ആ വഴിക്കല്ല, അതിനപ്പുറത്തെ വഴിക്ക് കിടക്കണം, അവിടെ ആൾക്കാരോട് ചോദിക്കാൻ നിൽക്കണം. പക്ഷെ ഇപ്പൊ പോയി റിട്ടേൺ വന്നപ്പോ കറക്റ്റായി. തനിക്കപ്പം പോവാനറിയില്ല, വരാനുള്ളൂ. എന്തെങ്കിലും ഒന്നും അറിയാലോ, അത്രേ ഉള്ളൂ. ഒന്നും അറിയുള്ളൂ, രണ്ട് പോണ വഴി അറിയില്ല, ഒന്ന് പോണ വഴി ആയിരുന്നാ മതി. കൾച്ചർലെസ് പീപ്പിൾസ്. ചോദിക്കണോ എന്തെങ്കിലും കഴിച്ചിട്ടോന്ന്? ഞാൻ മാറിയിരിക്കായിരുന്നു. എവരിബഡി സേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ് പറ. അയ്യോ ഡാഡി ഗുഡ് നൈറ്റ് പറയൂ. ചിരിച്ചിട്ട് പറ. ഡാഡി ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. ഗുഡ് നൈറ്റ്. ഓ ഡിംപിൾ ഗുഡ് നൈറ്റ് പറയൂ. എന്നിട്ട് നൈറ്റ് ചെയ്തോ? ചിരിച്ചിട്ട് പറ. കൊള്ളില്ല, ഒരു ഐശ്വര്യമില്ലാത്ത ഗുഡ് നൈറ്റ് ആയിപ്പോയി. ഗുഡ് നൈറ്റ്.